പെൺകുട്ടി അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു ചാനലാണ്. ഇവരൊരു കുക്കറിയുമായി ബന്ധപ്പെട്ട ചാനലാണ്. പിന്നെ ഇവര് ഈ വീഡിയോ നമ്മൾ കാണിക്കുന്നത് അനുസരിച്ച് അതിൻ്റെ അർത്ഥം ഇവർ തമ്മിൽ അന്തർധാര സജീവമാണെന്നൊന്നല്ല. ഇവര് മതവിശ്വാസിയൊക്കെ തന്നെയാണ്. പക്ഷെ ഇവരൊരു ഇന്റർവ്യൂവിലാണോ അതോ വേറെ ആൾക്ക് കൊടുത്ത എന്തോ ബൈറ്റിലാണോന്ന് അറിയില്ല. എന്തായാലും ഒരു കാര്യം പറഞ്ഞു. പണവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ വാപ്പ മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് എന്തോ വളരെ കൃത്യമായിട്ട് നമ്മൾ മരിച്ചാൽ പോലും നമ്മുടെ ശവം ആളുകൾ അടക്കണം നിർബന്ധമല്ല. അപ്പൊ അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്തു വെച്ചിട്ട് വേണം മരിക്കാൻ. അപ്പോൾ പണത്തിന്റെ പ്രാധാന്യമൊക്കെ പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇതിന്റെ പ്രതികരണം നമുക്കറിയാലോ. സൈബർ മുസൽമാൻ ആങ്ങളമാര് ഇവളെ ഞങ്ങൾ അടക്കിക്കോളാം, നിന്റെ കബറടക്കം ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും. ഇവളെ കൊല്ലുന്നല്ല പറഞ്ഞത്, ഉദ്ദേശിച്ചത് അങ്ങനെ നീ പൈസക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട, മതവിശ്വാസികളാവുമ്പോൾ അതൊക്കെ നാട്ടുകാരെന്നെ കൂടി ചെയ്തോളും എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഇത്. നമ്മുടെ JBL TV-യിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ കണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങളിത് കേൾക്കുക. വളരെ പ്രധാനപ്പെട്ട, പൊതുവിൽ സ്ത്രീകൾക്കും പ്രത്യേകമായിട്ട് മുസ്ലിം സ്ത്രീകൾക്കും എന്താ പറയാ ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങൾ ഈ കുട്ടി പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് നമുക്ക് കേൾക്കാം. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ പുഴുത്തു നാറുമെന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഫോൺ അധ്വാനിക്കുന്നത്. പിന്നെ ചിലർ പറയുന്നു അവൾക്ക് ഫ്രീ കിട്ടുന്ന, വെറുതെ ഇരുന്ന് കിട്ടുന്ന പൈസ അല്ലേ എന്നുള്ളത്. വെറുതെ ഇരുന്ന് 5 പൈസ കിട്ടൂല. ഖബർ എന്നുള്ള വേർഡ് ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ അത് മതത്തിന്റെ പേരിലേക്ക് മാറ്റണ്ട. എന്തിന്റെ പേരിൽ ബൈക്കിൽ ഒരാളുടെ പുറകിൽ ആ ഡെഡ് ബോഡി എടുത്ത് കൊണ്ടുപോകേണ്ടി വന്നതെന്നറിയോ? ആ പിതാവിന്റെ കയ്യിൽ 10,000 രൂപ ഇല്ല. എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ എന്നെ നോക്കാൻ ആരുമില്ല എന്ന് പറയുന്നത് എന്താണ്? അവരിങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നതാ? അല്ല, എന്റെ ചെലവ്, എന്റെ മക്കളുടെ ചെലവ്, മരിക്കണവരെ ജീവിക്കേണ്ട ഭൂമിയിൽ ആരെങ്കിലും മുമ്പിൽ കൈ നീട്ടാൻ പറ്റോ? സ്വന്തമായിട്ട് ജോലിയില്ല, വിദ്യാഭ്യാസമില്ല, ഞാൻ എവിടെ പോയി എന്ത് ചെയ്യും, ആരോട് പോയി എന്ത് ചോദിക്കും? അത് എന്റെ വാപ്പ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് കാശിന്റെ ആവശ്യകത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് പറയാനും വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു. മരണപ്പെട്ടാലും ചെലവാണ് മനുഷ്യന് എന്നുള്ളത്. അതാണ് അതിൽ പോയത്. മരണപ്പെട്ടാലും, ജനിച്ചത് മുതൽ മരണം വരെയും ചിലവുണ്ട്, അതിന് പണം അത്യന്താപേക്ഷിതമാണ് എന്നാണ് പറഞ്ഞ ഒരു കാര്യം. നിങ്ങൾ ഏത് രീതിക്ക് വളച്ചൊടിച്ച് മതത്തിന് അതിന്റെ ഉള്ളിലേക്ക് കയറ്റി ഒരു മനുഷ്യനെ എത്രത്തോളം ക്രൂശിക്കാൻ പറ്റുമോ അതിന്റെ അങ്ങേയറ്റം. ഇനിയൊക്കെ അവിടേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല. എന്റെ മുന്നിൽ മരണം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇയാളുടെ കൂടെ ജീവിക്കണം എന്ന് പറയുന്നത് എത്ര സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ഇതിന്റെയൊക്കെ എന്റെ അനുഭവത്തിന്റെ പുറത്താണ് ഞാനീ പറയുന്നത്. എന്റെ കണ്ടന്റ് എന്റെ അനുഭവങ്ങളാണ്. അതെടുത്തങ്ങോട്ട് വിറ്റങ്ങോട്ട് തിന്ന. എന്നാ അതിൽ ഞാൻ പറയുന്ന കാര്യം എന്താണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും ഉണ്ടായിക്കൂടെ? അപ്പൊ നെഗറ്റീവായിട്ട് മതം കുത്തിത്തിരികെ ഒരു സംഭവം അങ്ങനെ ഉണ്ടാക്കുക, അതങ്ങോട്ട് പുറത്തേക്ക് വിടുക. അപ്പൊ അതിൽ നിന്നും ഇവർക്ക് ഒരുപാട് പൈസ കിട്ടും. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് പിച്ച് ചിന്തിക്കൊണ്ട് പൈസ ഉണ്ടാക്കാമെങ്കിൽ ആ പൈസയ്ക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്ത്രീ ചിലർ പറഞ്ഞ അവൾക്ക് അഹങ്കാരമാണ്, അവൾ ഒറ്റയ്ക്കെല്ലാം നേടി എന്നുള്ള വിചാരമാണെന്നുള്ളത്. ഇപ്പൊ ഞാൻ പറയുന്നു, ഒറ്റയ്ക്ക് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, എല്ലാവരും സുഖിക്കുന്ന സമയത്ത്, എല്ലാവരും എൻജോയ് ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഈ ഓട്. ഞാൻ മരിച്ചാൽ എന്റെ ഡെഡ് ബോഡിക്ക് കാക്കിക്കും പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കാതിരിക്കാൻ നീ വേണമെന്നില്ല മൻസൂർ, നീ വേണമെന്നില്ല. അതിന് നമ്മളെ കൊണ്ടുപോയി കബറടക്കി തിരിച്ച് വരാനും വേണ്ടിയിട്ട് കുഴിവെട്ടാനും അല്ലെങ്കിൽ പലവെക്കാനും വസ്ത്രത്തിനും എല്ലാത്തിനും കൂടെ ചുരുങ്ങിയത് 1000 രൂപ വേണം. അതില്ലാതെ മരിച്ചാൽ പോലും നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. സോ പൈസ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതൊരു പെണ്ണിന്റെ കാര്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ് പൈസ എന്നുള്ളത്. ഈ പൈസയ്ക്ക് വേണ്ടി ആരെങ്കിലും മുന്നിലേക്ക് നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ അത് പലതും ആവശ്യപ്പെടും. ആ 6000 ഇയാദത്തിന്റെ പേരിൽ ഒരിക്കലും അന്റെ ഈ കുട്ടിയുടെ ശരീരം ഒരിക്കലും കാക്കോ പൂച്ചക്കോ കുത്തി വലിക്കാനും ബോട്ടമിലോ അല്ലെങ്കിൽ പറമ്പിലോ ഉണ്ടാവില്ല. അന്റെ ഇത്തരം കാലത്തെ ജീവിത എക്സ്പീരിയൻസിനെ കേട്ടിട്ടുണ്ടോ? പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആ മനുഷ്യന്റെ മയ്യത്ത് മണക്കണതിൽ ഉണ്ടാവില്ല. വരി വഹിക്കേണ്ട, മരിച്ചാൽ അന്റെ പൈസ നാട്ടിൽ ആരും ഇട്ടിടും. ഒരു മുസ്ലിം ആയിട്ടുള്ള മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ഇസ്ലാമിക നിയമപ്രകാരം കബറടക്കിൽ നാട്ടുകാരുടെ നിർബന്ധിതമാണ്. ഒരാൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് അവസാനിച്ചു. ഓക്കെ, പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ 6000 ഉള്ളൂ, ഞങ്ങളുടെ 10,000 ഞങ്ങളുടെ നാലിലൊക്കെ കബറ് കുളിക്കുന്ന ആൾക്കും 3500 മനസ്സിലായില്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ടെൻഷൻ അടിച്ചിട്ട് തല ഉണ്ടാക്കേണ്ട പൊന്നു പോലെ അന്റെ ശരീരം കാക്കക്ക് പൂജകൾ കൊടുക്കില്ല. എനിക്ക് ഇൻസ്റ്റാഗ്രാമില് കുറെ ദിവസമായിട്ട് കുറെ നമ്മുടെ ഫോളോവേഴ്സ് അയച്ചിരുന്ന ഒരു വീഡിയോ ആണിത്. ഞാൻ റിയാക്ട് ചെയ്യേണ്ട എന്തിനാണ് ഇപ്പോൾ, എനിക്കും കൂടെ അതിനുള്ള സമയം നമുക്കില്ല. സത്യം പറഞ്ഞാൽ ഒരു കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ അലിഞ്ഞ് നടന്ന് ഉണ്ടാക്കി അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കില്ലായിരുന്നല്ലോ. എനിക്ക് അയച്ചു തന്നിട്ട് പറയുന്നത് ഇതിനെതിരെ പ്രതികരിക്കുക, നിങ്ങൾ പറഞ്ഞ കാര്യമല്ല അവർ പറയുന്നത്, അവർ വളച്ചൊടിച്ച് വേറെ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഇത്തരത്തിനുള്ള ഒരു മറുപടി കൊടുക്കണം. ഞങ്ങൾക്ക് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നുകൊണ്ട് ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നേരിട്ട് അറിയുന്ന കുറച്ച് പേരെങ്കിലും പറഞ്ഞു, കണ്ടന്റിന് വേണ്ടി അലിഞ്ഞ് നടക്കുന്ന ആൾക്കാർ അങ്ങനെ റീച്ചിന് വേണ്ടിയിട്ട് പലതും ചെയ്യും, പക്ഷേ നിന്നെ മനസ്സിലാക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് കാര്യം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ കണ്ടന്റിന് വേണ്ടി അല്ലെങ്കിൽ റീച്ചിന് വേണ്ടി വീഡിയോ ചെയ്തോളൂ, പ്രശ്നമല്ല. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് അതിന് മുമ്പ് എന്താണ് പറഞ്ഞത്, ഇത് എന്തിന്റെ പുറത്താണ് ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞത് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഒരാളെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കും.
ഒരാൾ പറയുന്ന ഒരു വിഷയം വഷളാക്കാൻ ഏറ്റവും നല്ലൊരു സംഭവം കൂട്ടുപിടിക്കുന്നത് ഏതാണെന്നറിയോ? മതത്തിലേക്ക് കലർത്തിക്കൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു മൂടി മതം എന്ന് മാത്രം വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ അതങ്ങോട്ട് ഏറ്റെടുത്ത് അത് ഭയങ്കരമായിട്ടുള്ള വൾഗറായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത്. യൂട്യൂബിലും ഒരു മാന്യനായ വ്യക്തി ഈ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹം ചെയ്ത വീഡിയോ ഓപ്പൺ ചെയ്ത ഉടനെ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. അതിലിങ്ങനെ പരസ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരസ്യം വരിക എന്ന് പറഞ്ഞാൽ പൈസ ഒന്നും കിട്ടൂല അല്ലേ? പരസ്യം വരുമ്പോൾ അറിയില്ല എനിക്ക്. അപ്പോൾ അതായത് പൈസന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ ഒരു വീഡിയോ കാണാനായി. ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന ഒരു സഹോദരിയാണ്. അവർ ഒരു ഓൺലൈൻ മീഡിയ ചാനൽ നൽകിയ ഒരു അഭിമുഖത്തിലെ അവരുടെ ചില പ്രസ്താവനകൾ, അതും ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് എനിക്കിതിൽ പറയാനുള്ളത്. അവർ ഒരു ഓൺലൈൻ മീഡിയക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പൈസയുടെ പ്രാധാന്യം പറഞ്ഞു വെക്കുന്ന കൂട്ടത്തിലാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് അവിടെ പറയേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ പൈസയുടെ ആവശ്യകതയെ കുറിച്ച് ഒരു മനുഷ്യന്, അതായത് എനിക്കറിയില്ല ഈ ഒരു സംഭവം തുടങ്ങുന്നത് തന്നെ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂല്, അതായത് മൈൽ സ്റ്റോൺ അല്ലാന്നുണ്ടെങ്കിൽ ബിഹൈൻഡ് വുഡ് ചാനലിലാണെന്ന് തോന്നുന്നു ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. അത് കണ്ടിട്ട് ഈ ഒരു സംഭവം വെറൈറ്റി മീഡിയയിലുള്ളവർ ഒന്നും കൂടെ അത് പറയാമോ, അത് ആ ഒരു പ്രസ്താവന കേട്ടപ്പോഴാണ് ശരിക്കും ഞാൻ പോലും ചിന്തിച്ചത്, ശരിയാണല്ലോ നമ്മൾ മരിക്കുകയാണെങ്കിൽ പോലും പൈസയുടെ ആവശ്യകത എന്നുള്ളത് എന്നിട്ട് വീണ്ടും അവർ എന്നോട് അത് പറയിപ്പിച്ചതാണ്. അത് ഒരിക്കലും എന്റെ സ്വന്തം ഒരു വാചകമല്ല. ഞാൻ ചെറുതെന്ന് കേട്ട ഒരു സംഭവം എന്നിലേക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവം ഞാൻ പറയാം. അതായത് എന്റെ ഉപ്പ മരണപ്പെട്ടിട്ട് ഒരു കൊല്ലമായി. ആ ആള് മരണപ്പെട്ടതിന് ശേഷമാണ് ഈ സംഭവം പോലും ഞാൻ പുറത്തേക്ക് പറയുന്നത്. അതായത് എന്റെ ഉപ്പ ഓൾവേസ് പറയുന്ന ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ, എല്ലാവരും പറയും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പൈസ അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത്. അപ്പൊ പൈസ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, മരിച്ചാൽ പോലും ആ പൈസ എത്രത്തോളം ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണത്. അപ്പൊ അദ്ദേഹം പറയുന്ന സമയത്ത് അത്രയായിരുന്നു പൈസ വേണ്ടിയിരുന്നത്, 6000 രൂപ എന്നുള്ളത്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവരെ ഖബറിലേക്ക് എടുത്തു അതായത് ശവസംസ്കാരം നടത്തണം എന്നുണ്ടെങ്കിൽ ഖബറിലേക്ക് എടുത്തു വെക്കാൻ കുഴി വെട്ടുന്ന ആൾക്കാർ മുതൽ, അല്ലെങ്കിൽ നമ്മളെ വസ്ത്രധാരണമൊക്കെ ചെയ്തിട്ടാണല്ലോ കൊണ്ടുവെക്കുന്നത്. ഇതിനൊക്കെ തന്നെ പൈസ വേണം എന്നുള്ളതാണ്. ആ പൈസ ഇപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കി വെക്കണമെന്നോ, അല്ലെങ്കിൽ ഞാൻ ആ പൈസ ഉണ്ടാക്കാതെ എനിക്ക് മരിക്കാൻ പറ്റില്ല എന്നോ, അല്ലെങ്കിൽ അങ്ങനെ അഥവാ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം കാക്കയ്ക്കും പൂച്ചയ്ക്കും ഇട്ട് കൊടുക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ പുഴുത്തു നാറുമോ എന്നൊന്നും അല്ല ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു വാക്കെങ്കിലും അതുപോലെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്? പൈസ ഇല്ലാതെ എനിക്ക് മരിക്കാൻ പറ്റുന്നുള്ളൊരു വാക്ക്, മരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വാക്ക് ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. അതിലെവിടെയും ഞാൻ പരാമർശിച്ചിട്ടില്ല. ഈ മരണം എന്നുള്ള ഒരു പ്രതിഭാസം ഒരു മനുഷ്യനിൽ സംഭവിച്ചാൽ പോലും അവനെ മണ്ണിലേക്ക് തിരിച്ചു കൊടുക്കണമെങ്കിൽ ഈ ഭൂമിയിൽ പൈസ വേണം. ഈ ഒരു സംഭവം നടക്കും. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കാണ് ബാധ്യത ആ ശവസംസ്കാരം എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്മെല്ല് വരും. 3 ദിവസത്തിന് മേലെ നമുക്ക് സ്മെല്ലിൽ 3 എത്രയോ എനിക്കറിയില്ല, അതെന്തോട്ടെ എന്തു ആയിന്ന് വരികയാണെങ്കിലും നോക്കി വേണ്ടേ പറയാം. ഒരു ചെറിയൊരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇവർ പറയുന്നത്. അതെന്റെ വാപ്പ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, മുസ്ലിമിന്റെ ജീവിതത്തിൽ പൈസയുടെ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടില്ല. ഹിന്ദുവിന്റെ ജീവിതത്തിൽ പൈസ എത്രത്തോളം അത്യാവശ്യമാണെന്നുള്ളതല്ല പറഞ്ഞിട്ടുള്ളത്. ക്രിസ്ത്യാനി ആണെങ്കിലും അല്ല പറഞ്ഞിട്ടുള്ളത്. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ജനിച്ച അന്ന് മുതൽ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്റെ ഒരു വാക്ക് കുഴപ്പമില്ല. പോക്കിരി എന്ത് ഉദ്ദേശിച്ചാലും ഇത് പ്ലേ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഇതിപ്പോ കണ്ടപ്പോ, ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ, ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, നമ്മളെപ്പോഴും പറയാറുണ്ട് നേരെ ചൊവ്വേ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വാസ സമൂഹത്തിന് കാര്യം പിടിയിട്ടില്ല. ഈ കുട്ടി പറയുന്നത് വളരെ ക്ലിയർ ആണല്ലോ. മതവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഏതിലെയോ പോകുന്ന സാധനം ആമസോൺ കൊറിയറോ മറ്റേ ആമസോൺ ഓർഡർ ചെയ്ത് വീട്ടിൽ ഇസ്ലാമിന് പണി കൊടുക്കുന്ന പരിപാടിയാണ് കാക്കാമാര് ചെയ്യുന്നത്. ഈ കുട്ടി പറഞ്ഞ എന്താണ് വളരെ ക്ലിയർ ആയിട്ട്, ജീവിക്കുമ്പോൾ മാത്രമല്ല മരിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് പൈസയുടെ ആവശ്യം വരും എന്നല്ലേ പറഞ്ഞുള്ളൂ. അതിനെയാണ് ഇതുപോലെ വളച്ചു പോകുന്നത്. ഒന്നത്. രണ്ടാമത്തത്, ഈ പെൺകുട്ടികൾ ഇതേപോലെ പറയുന്നൊരവസ്ഥ, അതൊരു ഭയങ്കര വലിയൊരു മാറ്റമാണെന്ന് മാത്രമല്ല, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മതം പൊളിയെന്ന് നമ്മൾ പറയാറുണ്ട്. അതാണ് ഈ കാണുന്നത്. അവരിതേപോലെ ഒരു 10 ആള് നെഞ്ചും വിരിച്ച് വന്ന് നിന്ന് കാര്യങ്ങൾ പച്ചയ്ക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഒരു ഉസ്താദിന് ഇവിടെ നിന്നിട്ട് നേരെ നോക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുക. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഈ ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ധീര വനിതയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ ശബ്ദം, ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് നിങ്ങളുടെ വർത്തമാനത്തിൽ. അത് ഒരുപാട് ആളുകൾക്ക് കോൺഫിഡൻസ് പകരാൻ സാധിക്കുന്ന ഒരു ശബ്ദമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുന്ന ആ നിമിഷം മുതൽ ചെലവാണ്. ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയി എങ്ങനെ അറിയാം? ടെസ്റ്റ് ചെയ്ത് നോക്കണ കാർഡ് 50 രൂപ കൊടുത്താലേ കിട്ടുള്ളൂ അല്ലേ? അത് ആര് കൊടുക്കുന്നു ആര് വാങ്ങുന്നു എന്നുള്ളതല്ല. എന്നിട്ട് ഈ പെണ്ണ് പ്രഗ്നന്റ് ആണ്, അല്ലെങ്കിൽ ഈ 50 രൂപ ഇല്ലെങ്കിൽ ആ പെണ്ണ് പ്രഗ്നന്റ് ആവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ചെലവിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഈ പൈസ ഇല്ലെങ്കിൽ എനിക്ക് മരിക്കാൻ പറ്റില്ല എന്നല്ല, ആ പൈസ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് മരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിക്കാരി, അല്ലെങ്കിൽ ഒരു മഹല്ലുകാരി, അല്ലെങ്കിൽ ഒരു സമുദായത്തെ ഞാൻ കുറ്റം പറഞ്ഞതല്ല. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു മനുഷ്യൻ മരിച്ചാൽ അവരെ ശവസംസ്കാരത്തിന് പോലും ഈ പൈസ വേണം. ഈ പൈസ ആരെങ്കിലും ഏറ്റെടുക്കും, അല്ലാതെ ആ പൈസ ഇല്ലാതെ അവിടെ നടക്കില്ല എന്നല്ല.
ഇപ്പൊ ആ മരണപ്പെട്ട വീട്ടുകാർ തന്നെ കൊടുക്കണം എന്നില്ല. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഏറ്റെടുക്കും, പള്ളിക്കാരെ ഏറ്റെടുക്കും, അതിനുശേഷം അല്ലെങ്കിൽ ആരെങ്കിലും ഏറ്റെടുക്കും. അല്ലെങ്കിൽ ആ മയ്യത്ത് അവിടെ വെച്ചുകൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പൈസ തന്നാൽ മാത്രമേ ഖബർ അടക്കുള്ളൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല. കാശിന്റെ ആവശ്യകത എത്രത്തോളം ഈ ഭൂമിയിൽ ഇട്ട് എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു ഉദാഹരണമാണത്. അതിനങ്ങനെ നേരെ തിരിച്ച് മതത്തിലേക്ക് വട്ടം കറക്കി കൊണ്ടുവന്ന് അതിൽ കുറച്ച് കൂട്ടത്തിൽ ആൾക്കാർ ഇടുന്ന കമന്റ്സ് കാണുന്നുണ്ട്. പഠിച്ചോനെ ഒന്നുമില്ല, എനിക്ക് 5 മക്കളൊക്കെ ഇല്ലേ, നീ ഒന്ന് മരിച്ച് കാണിക്ക്, ഞങ്ങൾ അതിന്റെ പൈസ തരാം. ഭയങ്കര വൾഗറായിട്ടുള്ള രീതിയിലാണ് കമന്റ്സ് തന്നിട്ടുള്ളത്. ഞാനൊരു മനുഷ്യനാണ്, ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ എത്ര തന്നെ ധൈര്യമുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞാലും ധൈര്യമുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ കൈയും കാലും കുഴയും, എനിക്ക് സങ്കടം വരും, വിഷമം വരും. അതിലൊരു കമന്റ് കണ്ടേ, ചിന്താഗതി നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം, അതായത് ഈ സ്ത്രീകൾക്ക് പൈസ ഉണ്ടാക്കാനും ജോലിക്ക് പോകാനുമായി ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാവും. ഞാൻ ഈ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ന്യായീകരണം ഉണ്ടാക്കുകയാണെന്നാണ് ആ മനുഷ്യൻ ഉദ്ദേശിച്ചത്. അതായത് ഞാനൊരു പെണ്ണാണ്, പെണ്ണിന് ജോലിക്ക് പോകുക എന്നുള്ളത് എന്താ പറയാ ചീത്തയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ന്യായീകരിക്കുകയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് ആരും മുന്നിൽ ന്യായീകരിച്ച് ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം എന്റെ അവകാശമാണെന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരാളാണ്. നിങ്ങളെ പോലെ നിങ്ങളുടെ മുന്നിൽ ന്യായീകരിച്ച് എനിക്ക് സമ്മതം വാങ്ങിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പറയുമ്പോൾ അഹങ്കാരമായിട്ട് തോന്നുന്നുണ്ട്, അഹങ്കാരമല്ല, എന്റെ ഭാഗത്തെ ന്യായമാണ് അത്. പുരുഷന്മാർക്ക് കാണുമ്പോൾ ചിലപ്പോൾ അഹങ്കാരമായിട്ടൊക്കെ തോന്നും. പക്ഷേ സ്ത്രീകളോട് പോയി ചോദിച്ചു നോക്കൂ, എത്ര പേർക്ക് അന്തസ്സോടെ പറയാൻ പറ്റും, എന്റെ ഭർത്താവിന്റെ പൈസയിൽ എനിക്ക് പരിപൂർണ്ണ അവകാശമുണ്ട്, എനിക്ക് ഒരു പൈസ പോലും അല്ലെങ്കിൽ ഒരു ചെറിയൊരു റീസൺ പോലും പറയാതെ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് എനിക്ക് ചെലവാക്കാൻ പറ്റും. എത്ര സ്ത്രീകൾക്ക് ഈ ഭൂമിയിൽ നിന്ന് സംസാരിക്കാൻ പറ്റും? എന്ത് തന്നെ ആയാലും അനുവാദം ചോദിക്കണ്ടേ? സ്ത്രീകൾക്ക് അനുവാദം, ജോലിക്ക് പോകാനും പൈസ ഉണ്ടാക്കാനും നിങ്ങളുടെ ആരും അനുവാദം ആവശ്യമില്ല കേട്ടോ. അതിനുവേണ്ടി ഞാൻ ന്യായീകരിക്കാൻ നിങ്ങൾ പൊട്ടത്തരങ്ങളൊന്നും പറയരുത് ആരും. പിന്നെ അടുത്തൊരു കമന്റ്, അത് നിങ്ങൾ വായിക്കുക തന്നെ വേണം. ഈ മഹത് വ്യക്തിയുടെ വീഡിയോന്റെ താഴെ വന്ന കമന്റ്, ആ കമന്റ് വായിച്ചിട്ട് ഇതിനൊക്കെ ഇടവരുത്തിയത് ഇവരാണ്. ഇവർ ഈ മതവും ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ മതം പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ പറയാനായിട്ട് പോകുന്നത്. ഒരു മനുഷ്യനെ മനസ്സ് വേദനിപ്പിച്ചാൽ നിങ്ങൾ ആരോട് പോയിട്ട് അത് പൊരുത്തം ചോദിക്കും? പഠിച്ചോനോടോ? പഠിച്ചോൻ പറഞ്ഞോ? എന്നോട് തന്നെ വരണ്ടേ? ഇതിനൊക്കെ ഇടവരുത്തിയത് നിങ്ങളല്ലേ. ഞാൻ പറയാത്ത, ഞാൻ ഉദ്ദേശിക്കാത്ത, ഞാൻ ചെയ്യാത്ത ഒരു കാര്യം എന്നിലേക്ക് അടിച്ചേൽപ്പിക്കും, എനിക്ക് വേദനിക്കും. ഞാൻ അതല്ല അവിടെ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. 6000 രൂപ അല്ലെങ്കിൽ നിങ്ങൾക്ക് മരിക്കാൻ പറ്റില്ലാന്നോ, അല്ലെങ്കിൽ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം കാക്കയ്ക്കും പൂച്ചയ്ക്കും ഇട്ട് കൊടുക്കേണ്ടി വരുമോന്നോ, അല്ലെങ്കിൽ നിങ്ങൾ പുഴുത്തു നാറുമെന്നോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഗായ്സ്, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആ ചെലവ് അവിടെ തന്നെ ഉണ്ട്, അത് ആരെങ്കിലും ഏറ്റെടുക്കുന്ന മാത്രമേ ഉള്ളൂ മരിച്ചു കഴിഞ്ഞാൽ. അപ്പൊ പറയുന്നു വയനാട്ടിൽ ഈ ദുരന്തം സംഭവിച്ച സമയത്ത് എത്രയോ ആൾക്കാർ മരിച്ചു, അവരുടെയൊക്കെ പൈസ അവരാണോ കൊടുത്തത് എന്നുള്ള കുറെ കാര്യങ്ങൾ വന്നു. ഞാനൊരു കാര്യം പറയട്ടെ, മീഡിയ മണ്ണിൽ വന്നൊരു പോസ്റ്ററാണ്. അന്ന് അവിടെ നടന്നതിന് ശേഷം എത്രയൊക്കെ ചെലവുകൾ വന്നു എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ശവസംസ്കാരം നടത്താൻ 75,000 രൂപ ചെലവ് കണക്ക് ഗവൺമെന്റ് ബോധിപ്പിച്ചിട്ട് ഒരു പോസ്റ്റർ ഞാൻ വിചാരിച്ചു, സ്വർണ്ണത്തിലാണോ ഇവർ ഖബർ വെട്ടിയത് എന്നുള്ളത്. ഈ ഖബർ എന്നുള്ള വേർഡ് ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ അത് മതത്തിന്റെ പേരിലേക്ക് മാറ്റണ്ട, അല്ലെങ്കിൽ കുഴി എന്ന് പറഞ്ഞാൽ അത് മോശമായി പോവോ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഖബർ എന്ന് പറഞ്ഞത്, അല്ലാതെ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സമുദായത്തിനെ കുറച്ച് പറയാനും വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത്. ഓക്കെ, ഇനി അധികം പ്ലേ ചെയ്യണ്ട. അപ്പൊ കാര്യങ്ങളുടെ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ പെൺകുട്ടി സംസാരിച്ചതിന്റെ ഇടയിൽ ഖബർ എന്ന് പറഞ്ഞു പോയി. ഇതിങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം, തട്ടം ഇട്ട പെണ്ണാണെങ്കിൽ മുസ്ലിം ആണെന്ന് ഒരു മണമടിച്ചാൽ സാധാരണ അന്യ സ്ത്രീകളുടെ മുഖത്ത് നോക്കരുത് എന്നുള്ള നിയമമൊക്കെ അങ്ങനെ മാറ്റി വെച്ചിട്ട് അപ്പം തന്നെ ഓടി വരും. എന്താണെന്നറിയില്ല, ഈ മുസ്ലിം പുരുഷന്മാർക്ക് ഇത് ബാധകമല്ലാന്ന് തോന്നുന്നു ഈ നിയമം. ഇപ്പോൾ കാന്തപുരം അവിടെ ആ പ്രസ്താവന നടത്തിയതിന് ശേഷം ഈ വീഡിയോ വന്നത് എന്താ പറയുക, ഒരു ഓൾമോസ്റ്റ് ഓസം കോയിൻസിഡൻസ് ആണ് എന്ന് പറയാം. പിന്നെ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ പെൺകുട്ടി എക്സ് മുസ്ലിം ആണ് എന്നൊന്നല്ല അവകാശപ്പെടുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ആയിരിക്കും, എന്നീ എക്സ് മുസ്ലിം ആയോടി എന്ന് പറഞ്ഞ് അവിടെ പോയി കമന്റ് ഇടും. ആരിഫ് ഹുസൈൻ്റെ ചാനലിൽ വീഡിയോ വന്നതല്ലേ. അപ്പോൾ അങ്ങനെയൊന്നുമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഈ കുട്ടി പറഞ്ഞ പോയിന്റ് അതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്, പൊതുവിൽ സ്ത്രീകൾക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇത്. ഞാൻ മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ ഇപ്പോൾ വേണമെങ്കിൽ മതപരമായിട്ടൊരു ചായവ് അപ്പുറത്തുണ്ടെന്ന് പറയാനല്ലാതെ പൊതുവിൽ പെണ്ണുങ്ങൾക്കൊരു ധാരണയാണ്, ഭർത്താവ് കല്യാണം ഓക്കെ, പിന്നെ നമ്മൾ ജോലിക്കൊന്നും പോകണ്ടല്ലോ. എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ, നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഇന്ത്യക്കാരിലുള്ള കൾച്ചറിലുള്ള ഇതാണെന്ന്. ഇതിങ്ങനെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, പല രാജ്യങ്ങളിലും, നിങ്ങൾ ഈ പുരോഗമിച്ച രാജ്യങ്ങളിൽ തന്നെ, ഇപ്പോൾ നമ്മൾ അമേരിക്ക എന്നൊക്കെ പറയാറുണ്ടല്ലോ, അമേരിക്കയിൽ പോലുള്ള ഒരു പ്രശ്നമാണിത്. എല്ലാ സ്ത്രീകളും ആണെന്നും അല്ല പറയുന്നത്, പക്ഷെ അവിടെ പൊതുവെ ഒരു അവബോധമുണ്ട്, അവയർനെസ് ഒക്കെ നമ്മുടെ സമൂഹത്തേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ അവിടെ രണ്ടാമതൊരു ഓപ്ഷനെ കുറിച്ച് അവർക്ക് അറിയാം. നമ്മുടെ നാട്ടിൽ അതും പൊതുവിൽ അവയർനെസ് തന്നെ കുറവാണ്. പക്ഷെ പൊതുവിൽ പല സ്ത്രീകൾക്കും, അതെനിക്കറിയില്ല, ഒരുപക്ഷെ ഒരു എന്താ പറയുക, അവരെ അങ്ങനെ കണ്ടീഷൻ ചെയ്തിട്ട് ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ഈ ഭർത്താവിൻ്റെ ചെലവിൽ മുന്നോട്ട് ജീവിതം നയിക്കാമെന്നുള്ളത്. അത് മാറി വരുന്നുണ്ട് തീർച്ചയായിട്ടും. ഒരുപാട് മാറ്റങ്ങളൊക്കെ ആ മേഖലയിൽ വന്നിട്ടുണ്ട്. ഇന്ന് 2025 ഇതൊക്കെ പറയുന്നതന്നെ അപമാനമാണ്. എന്നാലും അങ്ങനെ കരുതുന്ന സ്ത്രീകൾക്ക് കൂടിയുള്ള ചില പോയിന്റുകളാണ് പെൺകുട്ടി പറഞ്ഞത്. ജീവിതം എന്നുള്ളതിനകത്ത് സമ്പത്ത്, പ്രത്യേകിച്ച് പണം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ജോലി, അതിപ്പോൾ സോഷ്യൽ മീഡിയ ആവട്ടെ, മറ്റു കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ട്രീം
അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ട്രീം ഓഫ് ഇൻകം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ ആണാവട്ടെ പെണ്ണാവട്ടെ. പെണ്ണുങ്ങൾക്ക് പൊതുവിൽ ഈ മേഖലയിൽ എന്താ പറയുക, ആണുങ്ങളുടെ അത്ര പ്രാതിനിധ്യം ഇല്ല. ഇനി മതത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ പെൺകുട്ടി ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഖബർ എന്നൊരു വാക്ക് ഉപയോഗിച്ചതിനാണ് ഈ പെൺകുട്ടിയുടെ പിന്നാലെ ഇതേപോലെ റിയാക്ഷനുമായിട്ട് ആൾക്കാർ കൂടിയിട്ടുള്ളത്. അറബി നമ്മള് ഭാഷ അതെ, അറബി ഭാഷയിൽ കുട്ടി പറഞ്ഞ പോലെ ശവക്കുഴി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലെന്ന്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ടാർഗറ്റ് ആവാനുള്ള കോസ്റ്റ്യൂം ഈ പെൺകുട്ടി ഇട്ടു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഈ പെൺകുട്ടി ഇതിപ്പോൾ ശവക്കുഴി എന്ന് പറഞ്ഞിട്ട് മതവുമായി ബന്ധമുള്ള എല്ലാ ജാർഗണും ഒഴിവാക്കി ആ തട്ടവും ഇല്ലാതെ ഒരു പൊട്ടൊക്കെ ഇട്ടാണ് പറഞ്ഞതെങ്കിൽ ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല. ഓക്കെ, പക്ഷെ അല്ലെങ്കിൽ ശവം അടക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് മാത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ. പക്ഷേ ഈ പെൺകുട്ടി തട്ടം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഈ മുസ്ലിങ്ങൾ എയറിലൂടെ പോകുന്ന ഓരോ സാധനം ഓടിച്ചെന്നിട്ട് ചാടി ഓടിക്കും. അല്ലെങ്കിൽ ഇലോൺ മസ്കിന്റെ റോക്കറ്റിൽ കയറി പോയിട്ട് അത് എടുത്തുകൊണ്ട് താഴോട്ട് വരും. സ്പേസിന്റെ പുറത്തുള്ളതൊക്കെ പോയി എടുത്തു വരുന്ന ടീമുകളാണ്. അപ്പോൾ ഇപ്പോൾ രണ്ട് രീതി സംഭവിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾ ഈ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ മതത്തിന് പുറത്തുള്ള ഒരാൾ മതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ മതത്തിനകത്തുള്ള ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ പൊതുവിൽ പെൺകുട്ടികൾ തന്നെ ആയിരിക്കും ടാർഗറ്റ്. അവരെന്തെങ്കിലും പറഞ്ഞു, നിങ്ങൾ ഈ മതവുമായി ബന്ധപ്പെട്ട കാര്യം പറയണമെന്നില്ല, നിങ്ങളുടെ മുഖം കണ്ട അപ്പം തന്നെ ഹാലിളകി വരും. അപ്പോൾ അതാണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്. ഇവിടെ ഈ പെൺകുട്ടി പറഞ്ഞത് പ്രത്യേകമായിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് ബാധകമാണ്. ഞാൻ നേരത്തെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോൾ വീട്ടിൽ അടച്ച് പലരും ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തികൾ തന്നെ, പല പെൺകുട്ടികളും എൻ്റെ കുടുംബത്തിലടക്കം വീട്ടിലിരിക്കുകയാണ്, വെറുതെ വീട്ടിലിരിക്കുക. അവർ വിചാരിക്കുന്നത് എന്താണ്, ഭർത്താവ് ഇക്ക പൈസ കൊണ്ട് വരും, ഇക്ക ഉണ്ടല്ലോ. പക്ഷേ വാട്ട് അബൌട്ട് ഔട്ട്സൈഡ് ഇക്ക ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയുക, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കും. ഇനി ഇക്ക ഇല്ലാത്തൊരു കാലം വരും, ഇക്കയും ഉപ്പയും ഇല്ലാത്തൊരു കാലം വരുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സാധാരണ പുരുഷന്മാരെ നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു മുസ്ലിം പുരുഷനെ നീ ജോലിക്ക് പോകണം എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നീ മറ്റൊരു സ്ട്രീം ഓഫ് ഇൻകം അല്ലെങ്കിൽ വരുമാനം സമ്പാദിക്കൽ, ഇതൊക്കെ വ്യക്തിപരമായിട്ട് നിങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ പ്രചോദനം കൊടുക്കേണ്ട അല്ലെങ്കിൽ പാർട്ടി ക്ലാസ് നടത്തേണ്ട കാര്യമില്ല. പക്ഷേ മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ ഇത് ചെയ്യേണ്ട അവസ്ഥയാണ്. കാരണം അപ്പുറത്ത് മുസ്ലിം പുരുഷൻ ഇവിടെ എങ്ങാനും ജോലിക്ക് പോയാലോ എന്ന് പേടിച്ച് അപ്പുറത്ത് വേറെ കുറെ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഇപ്പം തന്നെ ഈ കുട്ടിയോട് നിനക്ക് ജോലിക്ക് പോകാനുള്ള ഐഡിയ അല്ലേടി എന്നാണ് ചോദിച്ചത്. ഒന്നാലോചിച്ച് നോക്കി. ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു അപമാനമല്ല എന്നാണ് ഇവർ കരുതുന്നത്. അതായത് നിനക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ബാലിശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലിശം എന്ന് പറഞ്ഞാൽ അംഗനവാടിശം എന്ന് പറയാൻ പറ്റും. അത്രയ്ക്കും മോശം ആർഗ്യുമെന്റ്സ് ഒക്കെയാണ്. പിന്നെ അവര് പറയുന്ന ആർഗ്യുമെന്റ്സിന് അവർക്കുള്ള ഒരു കോൺഫിഡൻസ്, അതൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെ അവരോട് അധികമൊന്നും പറയാൻ തോന്നില്ല. ഇങ്ങനത്തെ കമന്റുകൾക്കൊക്കെ റിപ്ലൈ കൊടുക്കാൻ നമുക്ക് മടിയാണ്. കാരണം ഇത് നോർമലാണ്. പല ആൾക്കാരും ഇപ്പോൾ കാന്തപുരത്തിന്റെ വിഷയത്തിൽ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്നത് പുരോഗമനം ആണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അതായത് ഇത് നോർമലാണ്, ഇതാണ് നോർമൽ. ഈ പുരോഗമനമല്ലത്, ഇത് ഏറ്റവും മിനിമം ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ഒരു മനുഷ്യൻ, അതാണോട്ടെ പെണ്ണാവട്ടെ, ജോലിക്ക് പോകുന്നതും ഒരു ഇൻകം നേടുന്നതും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതൊക്കെ നോർമൽ കാര്യമാണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രത്യേക മതത്തിന്റെ ആൾക്കാർക്ക് പറ്റുന്നില്ല എന്നുള്ളത് എന്താ പറയാ. സൽമാൻ പറയൂ. കക്കൂസിലായിരുന്നു 2-3 പ്രാവശ്യം. വയറ്റിളക്കത്തിന്റെ രൂപത്തിലാണോ ഇന്ന് പണി? സൽമാന്റെ ചാനൽ കൂട്ടുന്നു, വയറിളക്കം പിടിക്കുന്നു, ഇതെന്തോ കാര്യമായിട്ട് സംഭവിക്കണ്ടല്ലോ. എക്സ് മുസ്ലിംസിനൊക്കെ പടച്ചാൻ ശിക്ഷ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പിന്നെ പുതിയ കിട്ടിയ അറിവ്. ഈ സ്ത്രീകളോടുള്ള വിവേചനം, ഈ സ്ത്രീകൾ ഒരു സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺസ് ആണ്. മെയിൽ സെക്സ്വാലിറ്റീനെ പിന്നെ അവരുടെ സെക്സ്വാലിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വരുന്ന ഒരു ഒബ്ജക്റ്റിഫിക്കേഷൻ, ആ സാധനം ഖുറാൻ അർത്ഥസഹിതം നിസാ എന്ന് പറഞ്ഞ സൂറത്ത് ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരു ഭേദപ്പെട്ട ഒരു ആവറേജ് ഇന്റലിജൻസ് ഉള്ള ആർക്കും മനസ്സിലാകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ കുട്ടീന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെയാണ്. ഈ കുട്ടി ഇങ്ങനത്തെ മതമൊന്നും പുറത്ത് പറയാത്ത ഒരു ഹിജാബ് ധരിച്ചിരുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടീനെ കുറിച്ചാണ് ചുമ്മാ കേറിയിട്ട് ചൊറിയാണ്. ആക്കാമാർക്ക് സഹിക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഇന്ന്
നമ്മൾ ഈ ഒരു മോഡറേറ്റ് മുസ്ലിം, ലിബറൽ മുസ്ലിം എന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക് ഫെമിനിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന കുട്ടികളും നാളെ നാളെ പിന്നെ ഇവരൊക്കെ ഈ മതം വേട്ടയാടും. അപ്പോ പുരുഷന്മാരിങ്ങനെ പറഞ്ഞ് നടന്നോട്ടെ, പുരുഷന്മാർക്ക് ഈ മതമാണ് ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്ക് സ്ത്രീകളെ പിന്നെ ഒപ്രസ് ചെയ്യാനും സപ്രസ് ചെയ്യാനും എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന മതമാണ് ഇസ്ലാം. ആ രീതിയിലുള്ള നിയമങ്ങളാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ പുരുഷന്മാർ ഇത് മുന്നോട്ട് വെക്കുമ്പോൾ അവർക്ക് മോഡറേറ്റ് മുസ്ലിം, ലിബറൽ മുസ്ലിം എന്നൊക്കെ പറഞ്ഞത് മുന്നോട്ട് വെച്ചിട്ട് പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് ലിബറൽ മുസ്ലിംസ്, ഇസ്ലാമിക് ഫെമിനിസം എന്നൊക്കെ പറഞ്ഞത് മുന്നോട്ട് വെക്കുമ്പോൾ നാളെ നിങ്ങളെ കുഴി തന്നെയാണ് നിങ്ങൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ നന്നാവും, നല്ലതാണ്. അത് ആ ഒരു തിരിച്ചറിവാണ് ഇപ്പൊ ഈ കുട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജാമിദ ടീച്ചറിന്റെ കേസിൽ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അവര് ഒരു പ്രാവശ്യം പിന്നെ അവരുടെ അറിവ് കൊണ്ട് ഒരു പ്രാവശ്യം അവര് ഇമാമ് നിന്നേനാണ് നാട്ടുകാരൊക്കെ കൂടി ഇതേ കാക്കാമാര് പിന്നെ വളഞ്ഞിട്ട് പിന്നെ അറഞ്ചം പുറഞ്ചം സൈബർ അറ്റാക്ക് ചെയ്തിട്ട്, അങ്ങനെയാണല്ലോ, അതായിരുന്നു പുള്ളിക്കാരി ഈ മതത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ഓരോ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വന്നിരുന്നു. പുള്ളിക്കാരി തന്നെ പലപ്പോഴായിട്ട് സ്റ്റാറ്റസ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ തന്നെ പോസ്റ്റ് ഇടുന്നത്. മതത്തിൽ ഞാൻ കഴിയാവുന്നിടത്തോളം നിലനിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ഒരു രീതിയിലും എന്നെ അതിൽ നിർത്താൻ സമ്മതിക്കാതെയാണ് മനസ്സിലാക്കിയിട്ട് ഞാൻ പുറത്തു വരുന്നതെന്ന് പറയുന്നത്. ഈ മുസ്ലിം കോൺഷ്യസ്നസ്, ഇസ്ലാമിക് മെയിൽ സൈക്ക് എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു സ്ത്രീനെ വെച്ച് പൊറിപ്പിക്കുന്ന കോൺഷ്യസ്നസ് അല്ല. അവിടെ സ്ത്രീ എപ്പോഴും ഒരു ഒബ്ജക്റ്റായി തന്നെ ഇരിക്കണം. അതിനപ്പുറത്തോട്ട് അവളുടെ ഐഡന്റിറ്റി, അവളുടെ ഒരു വ്യക്തിത്വം കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇസ്ലാമിക് പാട്രിയാർക്കൽ സൈക്കിന് അത് മനസ്സിലാവില്ല, അത് എതിർത്ത് തന്നെ ഇരിക്കും. അത് ഇനിയിപ്പോ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുസ്ലിം സർക്കിളുകളിലുള്ള പിന്നെ ഉമ്മമാരും ഉണ്ടാവും. കാരണം അവർ ഇതേപോലെ ടോക്സിക് മാസ്കുലിനിറ്റി ചെറുപ്പം തൊട്ടേ കണ്ടു വളർന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് വേറൊരു വശം അറിയില്ല. അപ്പൊ അവരും ടോക്സിക് മാസ്കുലിനായി ആയിട്ട് തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് ടോക്സിക് മാസ്കുലിനിറ്റി തന്നെ അവരും മുന്നോട്ട് തന്നെ വെച്ചിട്ട് ഇത് കാണിക്കും ഇസ്ലാമിക് റിലീജിയസ് സർക്കിൾസിൽ. അപ്പോ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇപ്പൊ നമ്മൾ ഈ പഴയ ഒരു കുട്ടി ഒരു വീട്ടിലോട്ട് പിന്നെ മരുമോളായിട്ട് വരുമ്പോൾ അവിടുത്തെ അമ്മായിയമ്മ ആ മരുമോളോട് കാണിക്കുന്ന വെറുപ്പ്, പിന്നീട് ആ കുട്ടി ഭാവിയിൽ അമ്മായിയമ്മ ആവുമ്പോൾ ആ വരുന്ന മരുമോളോടും കാണിക്കും. അത് മരുമക്കൾ അങ്ങനെ ഇതിങ്ങനെ ആ ഒരു കണ്ടിന്യൂസ് സൈക്കിളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോക്സിക് മാസ്കുലിനിറ്റിന്റെ ഒരു സൈക്കിളാണ്. എന്താ ആരിഫായി പറഞ്ഞ പോലെ തന്നെ ആ സൈക്കിൾ സ്ത്രീകൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. സ്ത്രീകൾ വിചാരിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ പറ്റും. അപ്പോ അത് പിന്നെ അതൊരു വലിയ ഫാക്ടറാണ്. അത് കാക്കാമാർക്ക് നല്ലോണം അറിയാം. ഇവര് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് പിന്നെ ഇന്ന് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് മുസ്ലിങ്ങളാണെന്ന് എനിക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. കാരണം ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കുട്ടി ഇതിനെപ്പറ്റി ഒന്നും പറയാത്ത മതത്തിന്റെ അതേ രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു കുട്ടിയാണ്. ആ കുട്ടീനെ വരെ സ്വന്തമായിട്ട് പൈസ സമ്പാദിക്കുന്നു, ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്നു, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടി എന്ന് പറഞ്ഞുകൊണ്ട് സൈബർ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ. സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഭയക്കുന്നത് ഇസ്ലാം മതമാണെന്ന് എനിക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. എന്തായാലും സാന്ദർഭികമായിട്ട് ഇവിടെ കമന്റ് സെക്ഷനിൽ എന്നെ ഇപ്പൊ അങ്ങോട്ട് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഒരു മുഹമ്മദ് സുഹൈലും പിന്നെ വേറെ ഏതൊരു ചങ്ങാതി, എന്താണ് മുഹമ്മദ് അല്ലായാസ് സെറീൻ, കുറെ പ്രാർത്ഥനയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പുള്ളി. രണ്ടുപേരെ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, നിങ്ങളുടെ നമ്പറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ആർക്കും ഫോർവേഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ കമന്റ് ബോക്സിലും NIA-ക്കാരുണ്ട് എന്നുള്ള ഒരു ചെറിയ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം, നല്ലതാണ്. നിങ്ങളിപ്പോൾ തന്നെ അവർ പിടിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു ചെറിയ ബോധം ഉണ്ടാവണം നല്ലതാണ്. അല്ലെങ്കിൽ അടുത്ത തവണ നാട്ടിലേക്ക് എത്തുമ്പോൾ നേരെ നമ്മളുടെ റൌഫ് ഖാന്റെ മൂട്ടിൽ കൊണ്ടുവന്ന് ഇടും. പിന്നെ അവിടെ കിടന്നിട്ട് മുള്ളുമ്മ അവിടെ ഉമ്മ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തും. വെറുതെ എന്തിനാ ജീവിതം കോഞ്ഞാട്ടയാക്കണത്? അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ബോധമൊക്കെ കയ്യിലിരിപ്പൊന്ന് നന്നാക്കാൻ നോക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഈ തെറിവിളിയും ഈ പറയുന്ന വധഭീഷണിയും കൊലവിളിയും ഇതൊന്നും ചിലവാവില്ല കോയാസ്. നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങൾ ലോകം അറിയും. ഒരു കാര്യം പറയാം, ലോകത്ത് ഈ തീവ്രവാദത്തെ ഏറ്റവും മികച്ച രീതിയിൽ നേരിടുന്ന രാജ്യങ്ങളുണ്ടെങ്കിൽ അത് സൗദി അറേബ്യ, അത് UAE, അബുദാബി, UAE,
പിന്നെ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ, ഇസ്രായേൽ, ഇതുപോലുള്ള രാജ്യങ്ങളാണ് ഇനിയിപ്പോൾ അത് കാര്യമായിട്ട് നേരിടാൻ പോകുന്നത്. യൂറോപ്പൊക്കെ ഇനി മിഡിൽ ഈസ്റ്റിനെ കണ്ടാണ് പഠിക്കാൻ പോകുന്നത് ഈ തീവ്രവാദത്തെ നേരിടുന്നതിൽ. കാക്കാമാരെ നിൽക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പണി ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയും മിഡിൽ ഈസ്റ്റ് UAE ഒക്കെ തമ്മിൽ നല്ല കരാറുകൾ പോലും നിലവിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇസ്രായേലിൽ നമ്മൾ ഇവിടെ യാത്രയുടെ ഭാഗമായിട്ട് ഈ സ്ഥലം കാണലല്ല ഇവിടുത്തെ പരിപാടി. പച്ചയ്ക്ക് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ നാഷണൽ സെക്യൂരിറ്റി സംബന്ധിച്ചിട്ടുള്ള വിവിധ മേഖലയിലുള്ള ആളുകളുമായിട്ടുള്ള കൂടിക്കാഴ്ചകളും അവരുടെ ആശയങ്ങൾ കൈമാറലും ഒക്കെയാണ് ഇവിടെ കൂടുതൽ നടന്നത്. ഇത് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തൊരു പുതിയൊരു ആക്സിസ്, ഈ ഇസ്ലാമിക് ടെറർ, അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 3 പങ്കാളികളാണ്. 1 US ആണ്, 2 ഇസ്രായേലാണ്, 3 ഇന്ത്യയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ആണ്. കാരണം മിഡിൽ ഈസ്റ്റിലെ സമാധാനം ഉറപ്പിക്കുക എന്നുള്ളത് രണ്ടും കൽപ്പിച്ച് അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് നമ്മളുടെ ഈ ആക്സിസിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ആളുകൾ പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ ഒരു പരിപ്പ് ഇവിടെ വേവാൻ പോകുന്നില്ല. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇനി അത് ഒന്നും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ, പ്രധാനമായിട്ട് UAE, സൗദിയൊക്കെ തമ്മിൽ, സൗദിയൊക്കെ ആയിട്ടുള്ള ആ റിലേഷൻ അത് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഒരു എന്താ പറയുക, പീസ് ട്രീറ്റി പോലും ഉണ്ടാക്കി അവർ ബിസിനസ് ഡീൽസും കാര്യങ്ങളൊക്കെ വരുന്നതിനുള്ള ആ അവസാന ഘട്ടത്തിലാണ് ഈ ഒക്ടോബർ 7 ഉണ്ടാവുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ വീണ്ടും രണ്ടാമത് കൊണ്ടുവന്ന് അത് നോർമലൈസ് ചെയ്യാനുള്ള ആ പണിയിലാണ് ഇവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. UAE ഒക്കെ തമ്മിൽ പണ്ടേ അതായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇസ്രായേലിലേക്ക് വന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എത്തിഹാദിന്റെ ഫ്ലൈറ്റ് ആണ്. എന്ന് വെച്ചാൽ അത് അബുദാബി, അവിടുന്ന് വന്നിട്ടുള്ള സാധനമാണ്. അതേപോലെ ഖത്തർ എയർവേസ്, ഇവരെല്ലാം ഇവിടേക്ക്, ഖത്തറിന്റെ ഇല്ല എന്ന് തോന്നുന്നു, മറ്റുള്ള പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഏതായാലും പറഞ്ഞു വരുന്നത് ഇതാണ്, ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തമ്മിൽ വലിയ ബന്ധം അത് ഈ പറഞ്ഞ ഇസ്രായേലുമായിട്ട് വന്നിട്ടുണ്ട്. സൗദി അറേബ്യയൊക്കെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇസ്രായേലിന്റെ ടെക്നോളജി ഇല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയുണ്ട്. അപ്പം ഇങ്ങനെ കൊടുക്കൽ വാങ്ങലുകളിലൂടെ, ബിസിനസ് ബന്ധങ്ങളിലൂടെ, സ്ട്രോങ് ആയിട്ടുള്ള ചില പോയിന്റ്സ് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് ലോകം നീങ്ങുന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങളെപ്പോലുള്ള കുറച്ച് മദ്രസ ബാണങ്ങൾ വന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും തെറിവിളി നടത്തി കൊലവിളി നടത്തിയാലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ പരിപ്പളകും, നിങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടയാവും എന്നുള്ളതാണ്. നമ്മളുടെ സിൻവറിനെയൊക്കെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കുന്നത് നന്നായിരിക്കും. എന്തൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു വന്നിട്ട് എന്തായി ഇപ്പോൾ? സിൻവറിന്റെ പൊടി പോലും ഉണ്ടോ? അല്ലെങ്കിൽ എന്താണ് മറ്റേ അയാളുടെ പേരെന്താണ്, ഹനിയ, ഖാലിദ് മഷേൽ, എവിടെ പോയി ഈ ചങ്ങാതിമാർ? എന്താണ് ദയീഫ് എന്ന് പറയുന്ന ഇവരുടെ ഒരു വലിയ കമാൻഡർ ജൂലൈയിൽ കൊന്നു തള്ളിയതാണ്, പക്ഷെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആൾ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു നടന്നത്. കഴിഞ്ഞ ദിവസമാണ് ഹമാസ് സ്ഥിരീകരിച്ചത്, കൊല്ലപ്പെട്ടു. ഇതാണ് പറയുന്നത്, കൊല്ലണം എന്ന് വിചാരിച്ചാൽ കൊല്ലാനുള്ള വഴികളും അതിനുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ വലിയ ആഘോഷങ്ങൾ നടത്തുകയാണ്. അതുകൂടി പറഞ്ഞിട്ട് ഞാനൊന്ന് ലീവ് ചെയ്യാണ്, ബാക്കി പിന്നെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. അതായത് ഇപ്പോൾ ഹമാസ് വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് ആഘോഷം, നിങ്ങൾ ധരിക്കുന്നത് ഈ ആഘോഷം ഇസ്രായേൽ കണ്ട് ഭയങ്കര നാണം കുടുങ്ങി അവർ മാറി നിൽക്കുന്നതാണ്. അല്ല, ഇവിടുത്തെ വാർത്തകൾ വായിക്കണം, ഇവിടെ വരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഇവർ തേടിക്കൊണ്ടിരുന്ന എന്താണ് മിസ്സിംഗ് പീസസ്, അത് മുഴുവൻ അവർക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത് ഈ ആഘോഷവേളയിൽ. കാരണം ഇസ്രായേലി സൈനികരുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്തിട്ടുള്ള ആയുധങ്ങൾ, ഇതാണ് ഇവരുടെ ആഘോഷവേളയിൽ ഇവർ പൊക്കിക്കൊണ്ട് നടന്നിരുന്നിട്ടുള്ള പല ആളുകളുടെ കയ്യിലിരുന്ന സാധനം. അതായത് ഇസ്രായേലി തോക്കുകൾ, ഇസ്രായേലി ആയുധങ്ങൾ, ഇവരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ സാധനങ്ങൾ. ഇത് വെച്ചിട്ടാണ് ഇവർ ഫിലിം ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഇവരിങ്ങനെ പലസ്തീനികളെ കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഇസ്രായേലി സൈനികരുടെ വേഷം ധരിച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന സാധനങ്ങൾ, ഇത് തെളിയിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ അത് തെളിയിക്കാനുള്ള തെളിവ് വരെ ഇവിടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലും ഒക്കെ നിലനിൽക്കുന്ന കേസുകൾക്കുള്ള മറുപടികളെല്ലാം അവിടെ വന്നു കഴിയാണ്. ഒന്നത്. 2, ഇതേപോലെ ഇവർ ചെയ്യുന്ന മറ്റ് പല പ്രവൃത്തികൾ, ഇതുപോലെ ടീച്ചർമാരായിട്ട്, പ്രസ് അതിൽ വർക്ക് ചെയ്യുന്ന ആളായിട്ട്, അല്ലെങ്കിൽ ഡോക്ടർമാരായിട്ടൊക്കെ നിന്നിരുന്ന ആളുകൾ, ഞങ്ങൾ ഡോക്ടറാണ്, ഞങ്ങളെ പൂശുന്നതെന്ന് പറഞ്ഞ് നിലവിളിച്ചിരുന്ന ആളുകൾ, ഇന്നിപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഹമാസിന്റെ യൂണിഫോം ഇട്ടിട്ട് അവിടെ വേദിയിൽ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പം ഇതെല്ലാം ഇവിടെ കാര്യങ്ങൾ ഇവർക്ക് കൂടുതൽ എളുപ്പമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന് യാതൊരു ഫ്യൂച്ചറും ഇല്ലാത്ത സാധനമാണെന്നുള്ള കാര്യം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ കടന്ന് കുരുപൊട്ടിക്കുന്ന കാക്കാമാരെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ നിങ്ങൾ ലൊക്കേഷൻ ചോദിക്കുമ്പോഴേക്കും ലൊക്കേഷൻ തരാൻ ഞാൻ നിങ്ങളെപ്പോലെ മണ്ടനല്ല എന്നുള്ളതുകൊണ്ട് ലൊക്കേഷൻ തരില്ല. കാരണം
പേ പിടിച്ച പട്ടീനെ എനിക്ക് പേടി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ തരാൻ പോകുന്നില്ല. ഓക്കെ. അപ്പോൾ തൽക്കാലം നിങ്ങൾ ചോദിച്ച് അവിടെ ഇരുന്നോ. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എത്തേണ്ടടുത്ത് നമ്മൾ എത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യം ഇപ്പോൾ ഈ അടുത്തുള്ള വാർത്ത നിങ്ങൾ കണ്ടു കാണും. 13,000 മലയാളികളെയാണ് അവിടെ നോട്ടമിട്ട് വെച്ചിരിക്കുന്നത്. അതിനകത്ത് മുഴുവൻ കാക്കമാരാണ് കൂടുതലല്ല 99%. എന്താണ് കാര്യം? നിങ്ങൾ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന് ചേർന്ന് നിന്നുകൊണ്ട് പണിതു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇനി നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളത് എയർപോർട്ടിൽ നിന്ന് തൂക്കിക്കൊണ്ടുപോകും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ പരിപാടികൾ നിങ്ങൾ ഈ തീവ്രവാദമൊക്കെ നിർത്തി നല്ല കുട്ടികളായിട്ട് നിന്നാൽ നിങ്ങൾക്ക് ജീവിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തുകയാണ്. ഇവിടെ എന്താണ് സുഹരി ഉസ്താദിന് നല്ലൊരു മറുപടി. സുഹരി ഉസ്താദിനോട് എന്ത് മറുപടി കൊടുക്കണം എന്നായി പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിസ്കരിക്കുന്നതിൻ്റെ മുന്നിൽ കൂടെ പട്ടി, കഴുത, മറ്റേ എന്താണ് നായ, ഇത് പോയി കഴിഞ്ഞാൽ നിസ്കാരം മുറിയും എന്ന് പറയും. നിസ്കാരം മുറിയും. അത് നിങ്ങൾക്ക് മറുപടിയായി തോന്നാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവും. നിങ്ങൾ തിരിച്ചു ചോദിക്കുക. സ്ത്രീ നിസ്കരിക്കുമ്പോൾ പുരുഷൻ നടന്നു പോയാൽ നിസ്കാരം മുറിയോ എന്ന് നിങ്ങൾ ചോദിക്കുക. ഇനി അതും പോട്ടെ, നിസ്കരിക്കുന്നതിന് മുന്നിൽ കൂടെ മാമത്ത് അല്ലെങ്കിൽ ഡൈനോസർ പുരുഷൻ ഇത് നടന്നു പോയാൽ നിസ്കാരം മുറിയോ നിങ്ങൾ ചോദിക്കുക. ഇതാണ് ഇനി നമ്മളുടെ പ്രശ്നം. എന്തായിരുന്നു ഈ മൂന്നാമത്തെ സാധനം ഏത് എന്നുള്ളതാ. പക്ഷെ ഇവർ മറുപടി എന്ന് പറഞ്ഞു വരുന്നത് എന്താണ്? മുറിയുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് ശ്രദ്ധ തെറ്റുന്നതാണ്. ശ്രദ്ധ തെറ്റിയാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ കൂടെ നായ പോയി അല്ലെങ്കിൽ പെണ്ണ് പോയി, നിങ്ങളുടെ ശ്രദ്ധ തെറ്റി. എന്താ സംഭവിക്കുക സൽമാനെ? നിസ്കാരം മുറിയല്ലേ? നിസ്കാരം മുറിയും, ശ്രദ്ധ പോവും. കാരണം നിസ്കാരം മുറിയും. അതാണ് അതിന്റെ ഔട്ട്കം. ഇതിപ്പോ ഇതെന്താ മനസ്സിലാക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? കാരണം ശ്രദ്ധ തെറ്റി നിങ്ങളുടെ നിസ്കാരം ബാത്തിലാകും എന്നുള്ളത് വേറെയും പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് വേറെ സ്ഥലങ്ങളിൽ. ഇത് സംബന്ധിച്ചിട്ടുള്ള ഫത്വകളുണ്ട്, അതെടുത്ത് വായിച്ചു നോക്കുക. അപ്പൊ അതിൽ കാണാം. നിങ്ങൾ ഈ സുഹരി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ടിരുന്നൊരു കാര്യമൊന്നുമില്ല. സുഹരി പറഞ്ഞത് സ്വയം കുഴി ഒഴിക്കുന്ന അവസ്ഥയാണ്. നമ്മളുടെ പണി എളുപ്പമാക്കുകയാണ് സുഹരി ചെയ്തിട്ടുള്ളൂ. കൂടുതലൊന്നും അവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കുക. സ്ത്രീ നിസ്കരിക്കുമ്പോൾ പുരുഷൻ മുന്നിൽ കൂടെ നടന്നു പോയാൽ നിസ്കാരം മുറിയോ എന്ന് ചോദിച്ചാൽ മതി. അത്ര ഇതിനകത്ത് ചോദിക്കേണ്ട കാര്യമുള്ളൂ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.